എല്ലാവർക്കും നമസ്തേ. SDP യിൽ പോയാലും താൻ BJP യിൽ പോകില്ല എന്ന് ഒരു മഹാനായ മനുഷ്യൻ പറയുന്ന ഒരു വാചകം കേട്ടു. ആരാണെന്നറിയാമല്ലോ? ആ മഹാനുഭാവൻ പത്മകുമാർ എന്ന് പറയുന്ന ഒരു നികൃഷ്ടൻ. അയാളെ നികൃഷ്ടൻ എന്ന് വിളിക്കാൻ കാരണം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ശബരിമലയിൽ ഉൾപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഈ പത്മകുമാർ എന്ന് പറയുന്ന ഈ മുൻ MLA ആയ ഈ മഹാനുഭാവൻ. അയാൾ അങ്ങനെ പറഞ്ഞ സാഹചര്യം എന്താണെന്നും നമ്മൾ ചിന്തിക്കുക. അയാൾ വളരെയേറെ പ്രതീക്ഷയോടെ ഇരുന്നതാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അയാളെ തിരഞ്ഞെടുക്കുമെന്ന്. പക്ഷേ അയാൾക്ക് ശേഷം ഈ സ്ഥാനം മോഹിച്ച് മാത്രം ചിലരുടെ താല്പര്യം, പിണറായി വിജയൻ്റെയും ജോൺ ബ്രിട്ടാസിൻ്റെയും താല്പര്യം കൊണ്ട് മാത്രം MLA ആവുകയും മന്ത്രിയാവുകയും ചെയ്ത വീണ ജോർജ് പാർട്ടിക്കാരി പോലും ആയിരുന്നില്ല. നേരത്തെ കേരള കോൺഗ്രസ്സുകാരിയായിരുന്നു. അവർക്ക് ഇതിനകത്തിൽ ഈ സെക്രട്ടേറിയറ്റിലോട്ട് ക്ഷണിതാവാക്കി, അവരെ MLA ആക്കി, മന്ത്രിയാക്കി, ഇപ്പോൾ ക്ഷണിതാവാക്കി. ഇതിലുള്ള പ്രതിഷേധവും അയാളുടെ വേദനയും കാരണം അയാൾ പറഞ്ഞത്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ലാൽ സലാമൊക്കെ പറഞ്ഞതുകൊണ്ട്, പാർട്ടിക്ക് ലാൽ സലാമൊക്കെ പറഞ്ഞ് അയാളൊരു പോസ്റ്റ് ഇട്ടു. താടിക്ക് കൈയും കൊടുത്ത് നമ്മൾ പറയുമല്ലോ, ഏതാണ്ട് പോയ അണ്ണാൻ്റെ കൂട്ടുള്ള രീതിയിൽ ഇരിപ്പ് ഇരുന്നുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. ഇത് കണ്ടിട്ട് BJP-യിലെ കുറേ വിദ്വാൻമാർ കോട്ടയനെ അയാളുടെ വീട്ടിലോട്ടങ്ങ് ചെന്ന് അയാളെ BJP-യിലോട്ട് അങ്ങ് പൊക്കിയെടുത്തുകൊണ്ട് പോകാമെന്ന് വെച്ച് വീട്ടിൽ പോകുന്നു. ജില്ലാ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ പോയി ചർച്ച നടത്തുന്നു. ചർച്ച നടത്തിയതിൻ്റെ പുറകെ അയാൾ പറഞ്ഞ പ്രസ്താവനയാണ്, താൻ SDP-യിൽ പോയാലും, അതായത് SDP ഏതാണെന്ന് അറിയാമല്ലോ, ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന 2040 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കും എന്ന് പറഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന, തീവ്രവാദ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു പാർട്ടിയാണ് SDP. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗമാണ്. അവർ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ NDF-ൻ്റെ ഒക്കെ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അവർ അതിന് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു മറവിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് SDP. അയാൾ അതിനകത്ത് പോയാലും BJP-യിൽ പോകത്തില്ലെന്ന്. ഈ ദരിദ്രവാസിയൊക്കെ ക്ഷണിച്ചവരെ വേണമല്ലോ നമ്മൾ പറയാൻ, അവർക്ക് വേണം അവാർഡ് കൊടുക്കാൻ. കാരണം ഇയാൾ ഹിന്ദു സമൂഹത്തിന് ഇത്രയും മാത്രം ദ്രോഹം ചെയ്ത ഒരുത്തനെ ഈ പ്രസ്ഥാനത്തിലോട്ട് നമ്മൾ ക്ഷണിച്ചോണ്ട് വരേണ്ട ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലായിരുന്നു. അയാൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തി സ്വയം വരാൻ തയ്യാറായിരുന്നു എങ്കിൽ നമുക്ക് സ്വീകരിക്കാമായിരുന്നു. ഇയാളുടെ ഉദ്ദേശം ഇതേ ഉള്ളായിരുന്നു. പാർട്ടിക്കെതിരെ ഒരു നീരസം കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് BJP-ക്കാർ ഉൾപ്പെടെ എഴുന്നള്ളിക്കാൻ വേണ്ടി വീട്ടിൽ ചെല്ലും. അത് കാണുമ്പോൾ പെട്ടെന്ന് CPM-കാർ പെട്ടെന്ന് ഇയാളെ സമാധാനിപ്പിക്കും. എവിടെയെങ്കിലും ഒരു ബോർഡിൻ്റെ കോർപ്പറേഷൻ്റെ ഒക്കെ ചെയർമാൻ സ്ഥാനമൊക്കെ കൊടുക്കും. അങ്ങനെ ഇയാളെ പിടിച്ച്, അയാളുടെ ഉദ്ദേശം അതേ ഉള്ളായിരുന്നു, എങ്ങനെയായാലും ഇതേപോലുള്ള സ്ഥാനമാനങ്ങൾ നേടിയെടുക്കണമെന്നുള്ളതേ ഉള്ളായിരുന്നു. ഇത് മനസ്സിലാക്കാതെ ഈ പൊട്ടന്മാർ, BJP-ക്കാരായ പൊട്ടന്മാർ അയാളെ ക്ഷണിക്കാൻ പോയിരിക്കുന്നു. എന്തൊരു കഷ്ടം. അയാൾ സ്വയം തെറ്റ് തിരുത്തി വന്നിരുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു, അന്ന് ചെയ്തതിൽ അയാൾ പശ്ചാത്താപിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇയാളത് അന്ന് ചെയ്തത് എന്താണ്? എങ്ങാണ്ട് കിടന്ന കുറേ വൃത്തികെട്ട സ്ത്രീകളെ ശബരിമല പിടിച്ചു കയറ്റാൻ കൂട്ടുനിന്നു. ശബരിമലയ്ക്ക് ദോഷം ചെയ്യാമോ, മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് ദ്രോഹം ചെയ്യാമോ, അതെല്ലാം ചെയ്ത ഒരു മനുഷ്യൻ നമ്മുടെ ക്ഷേത്രങ്ങളെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള, നമ്മുടെ സമാജത്തെ തകർക്കുക, ഹിന്ദുധർമ്മത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള CPM-ൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്ന ഇവനെ ഏതർത്ഥത്തിലാണ്, എന്തുദ്ദേശത്തിലാണ് BJP-യിലോട്ട് ക്ഷണിച്ചത്? അതിന് സത്യം പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തോട് മറുപടി പറയണം BJP-യുടെ നേതൃത്വം, ഇയാളെ ക്ഷണിക്കാൻ പോയ നേതാക്കന്മാർ. എന്ത് തോന്നിയവാസം കാണിച്ചിട്ട്
അവസാനം അവനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും അത് ഹിന്ദു സമൂഹത്തിനെ ആ, അപമാനിക്കുന്നതിന് തുല്യമാണത്. ഒരിക്കലും അത് ഹിന്ദു സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. വിശ്വാസികളായിട്ടുള്ള ഹിന്ദു സമൂഹത്തെ സ്നേഹിക്കുന്ന ഇവർക്കാർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം അയാളുടെ തെറ്റ് തിരുത്തി അന്ന് ഞാൻ ചെയ്തത് തെറ്റാണ്, അന്ന് എൻ്റെ പ്രസ്ഥാനം പറഞ്ഞത് കാരണം അല്ലെ CPM പറഞ്ഞ കാരണം ഞാൻ അങ്ങനെ ചെയ്തു, അതിലിപ്പോൾ എനിക്ക് പശ്ചാത്താപമുണ്ട് എന്ന് പറഞ്ഞ് അയാൾ പശ്ചാത്തപിച്ച് വന്നിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അയാൾ പശ്ചാത്താപം കൊണ്ട് അയാൾ വരികയാണ്, അതെല്ലാം നേരത്തെ ചെയ്ത തെറ്റാണെന്ന് സ്വയം സമ്മതിച്ചിട്ട് തെറ്റ് സമ്മതിച്ച് വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഈ ദരിദ്രവാസിയൊക്കെ ഇങ്ങനെ ഇപ്പോഴും അയാൾ എന്നിട്ട് പറഞ്ഞു കേട്ടില്ലേ. അപ്പോൾ അയാൾ മനഃപൂർവ്വം അയാളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ആ വൃത്തികെട്ട ആ ചിന്ത മാറിയിട്ടില്ല. ഹിന്ദു സമൂഹത്തിനെ തകർക്കണം എന്നുള്ള ചിന്ത മാറിയിട്ടില്ല, ക്ഷേത്രങ്ങൾ തകർക്കണം എന്നുള്ള ചിന്ത മാറിയിട്ടില്ല. അങ്ങനെയുള്ള ഒരുത്തനെ എന്തിനാണ് ഈ നമ്മുടെ ഈ BJP പോലുള്ള പ്രസ്ഥാനങ്ങൾ താങ്ങാൻ നടക്കുന്നത്? ഇനിയെങ്കിലും ഇത്തരക്കാരിൽ നിന്ന് ഈ അകലം പാലിക്കാനും ഇത്തരക്കാരെ ഓരോരുത്തരുടെയും സ്വഭാവം മനസ്സിലാക്കാൻ അവരുടെ പ്രവർത്തനം മനസ്സിലാക്കിയിട്ട് വേണം BJP ഇനിയെങ്കിലും ഓരോരുത്തരെയും BJP പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ BJPക്ക് എത്രമാത്രം ശക്തിയുണ്ടോ അതിനെയെല്ലാം തച്ച് തകർത്ത് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് BJP എത്തിച്ചേരും എന്നുള്ളത് നേതാക്കളെല്ലാം ഓർത്തിരിക്കുന്നത് ഏറെ നന്നായിരിക്കും. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.